വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ക്രിഷ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പോവാട്ടോ. ഷോപ്പിംഗ് മാത്രമല്ല, ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ATM കാർഡൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും അത്യാവശ്യമായിട്ട് ATM കാർഡിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. എപ്പോഴും നമുക്ക് ആവശ്യമാണല്ലോ. അപ്പോൾ അത് ഇവിടുന്ന് പോകുന്നതിൻ്റെ മുന്നേ എന്തായാലും എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് അനിയൻ്റെ കൂടെയിട്ട് പോണത്, അവൻ ഡ്രൈവിങ്ങിലാണ്. പിന്നെ മോളെ അമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ട് വരികയാണ്. മോക്കും നല്ല ചുമയും പനിയൊക്കെ ഉണ്ട്. പനി മാറി, ചുമ ഉണ്ട്. ഓളെ കാണിച്ചതാണ്. ഇനി ഒന്നുകൂടെ കൊണ്ടുപോയി കാണിക്കണം. മോനും അതേ ചുമയൊക്കെ ആയിരുന്നു, ഇന്നലെ കൊണ്ട് കാണിച്ചതാണ്. അപ്പോൾ ബാങ്കിൽ പോകണം. പിന്നെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ചെറിയ പർച്ചേസിങ് എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല. ഇപ്പം തന്നെ സമയം ഒരുപാടായിട്ടുണ്ട്. ടൈമിനനുസരിച്ചുള്ള പർച്ചേസിങ് ചെയ്യും. പിന്നെ ഇവൻ്റെ കണ്ടീഷനും എല്ലാം നോക്കിയിട്ട്. അപ്പോൾ പോകുന്ന വഴി ഓരോ വിശേഷങ്ങളുമായിട്ട് കാണിക്കാം. കാഴ്ച കാണുക, കാഴ്ച പുറത്തില്ല, കാഴ്ചയൊക്കെ കാണുക കേട്ടോ. പോകുന്ന വഴിക്ക് ഇതേ ഒരു കരിമ്പ് ജ്യൂസിന്റെ കട ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിത് അവിടെ നിന്ന് ഒരു കരിമ്പ് ജ്യൂസ് ഒക്കെ കുടിച്ചതിന് ശേഷം കേട്ടോ, ഒന്ന് റിലാക്സ് ആയതിനു ശേഷമാണ് പിന്നീട് യാത്ര തുടങ്ങിയത്. അങ്ങനെ നമ്മൾ നൈസായിട്ട് ചെറുതായിട്ടൊന്ന് ചമ്മി പോയിരിക്കുകയാണ്. ബാങ്കിൽ ATM എടുക്കാൻ വന്നു, പക്ഷെ സസ്യായിപ്പോയി. ഇന്ന് ബാങ്ക് തുറക്കൂല എന്നുള്ള കാര്യം ഞങ്ങൾ ഓർത്തില്ല. ശിവരാത്രിയോടനുബന്ധിച്ച് ബാങ്കൊക്കെ ലീവ് ആയിരുന്നു കേട്ടോ. എന്തോ ചാടിക്ക് ചെയ്ത് പോകുന്നും ചെയ്തു. ഇവന് ലീവ് എന്താ ഫ്രീ ആയപ്പോൾ ഇങ്ങോട്ട് പോകുന്നതായിരുന്നു കേട്ടോ. ഇനി എന്തായാലും ബാക്കി പർച്ചേസിങ് നോക്കാന്ന് വിചാരിച്ചു. മോന് ചെറിയ ഗോൾഡ് എടുക്കണം ചെന്നിട്ട്. അപ്പോൾ ഇവിടെ മഹാറാണി പോവാന്നാണ് വിചാരിച്ചത്. പിന്നെ അതുമല്ല മോൾക്ക് ഓൾറെഡി ഞങ്ങൾ അവിടെ നിന്നൊരു ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. അപ്പോൾ അത് മോക്കൊന്ന് മാറ്റിയെടുക്കണം, സൈസ് ഓക്കെ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതെന്തായാലും മാറ്റാൻ പോകുമ്പോൾ അവിടെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ജ്വല്ലറി ഉണ്ടല്ലോ. അതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ബാക്കി കുറച്ചുകൂടെ പർച്ചേസ് ഉണ്ടായിരുന്നു, അതും കൂടെ അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താ അവസ്ഥ എന്ന് നോക്കാം. നമ്മൾ ഇവിടെ എത്തിയിട്ടോ, നിലമ്പൂർ എത്തിയിട്ടുണ്ട്. മഹാറാണിക്കാട്ടോ വന്നത്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമുക്കത് ആദ്യം ഗോൾഡ് എടുക്കാൻ പോവാം, അതിന് ശേഷം ഡ്രസ്സ് എടുക്കാൻ പോവാം. ഓക്കെ, ആർ യു റെഡി? യെസ്, റെഡി. ഓക്കെ. മോന് ശരിക്കും ഒരു മാല വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വന്നത്. അപ്പൊ അതേ കൂട്ടത്തില് അവന്റെ കാലിലെ തണ്ടതേ അവൻ കളിച്ചിട്ട് നിലത്തിട്ട് അടിച്ചടിച്ചത് നന്നായിട്ട് ചെളിങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൂടെ ഒന്ന് റെഡിയാക്കി എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇതേ ഗോൾഡ് എടുത്തതിന് ശേഷം ഞങ്ങളിത് മോളെ ഡ്രസ്സ് മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞില്ലേന്നു.
അപ്പൊ എന്തായാലും അവിടെ തന്നെ മാറ്റിയെടുക്കും ചെയ്യുക. പിന്നെ ഏട്ടന്റെ വീട്ടിലേക്ക് അടുത്ത ആഴ്ച പോവുകയാണ്. അപ്പൊ എല്ലാവർക്കും ഡ്രസ്സും കൂടെ എടുക്കാന്ന് വിചാരിച്ചിട്ട് അവിടുന്ന്. അല്ല, ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാണ്ട്. ഇപ്പൊ ലേഡീസിന്റെ ഒരുവിധം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ജെന്റ്സിന്റെ കുറച്ച് പർച്ചേസിങ്ങുകള്. അപ്പൊ ഞാൻ എന്തായാലും മോനെ പിടിച്ചിരുന്നു. ഇത്രയും നേരം അവൻ മോനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ജെന്റ്സിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞു നീ തന്നെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവനെ ഏൽപ്പിച്ചതായിരുന്നു. മോനിതേ കുറച്ചു നേരം ഉറങ്ങി എഴുന്നേറ്റപ്പോ നല്ല ഉഷാറായി കേട്ടോ. അപ്പൊ ഞങ്ങളിതേ അവിടെ ഷീറ്റ് വിരിച്ച് കിടത്തിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾ പർച്ചേസിങ് കഴിഞ്ഞപ്പോ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഒന്നാമത് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോനെ അവിടെ ഞങ്ങൾ സേഫ് ആയിട്ട് കിടത്തിയിട്ട് പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. നേരെ ഇനി വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങിയതല്ലേ. അപ്പം എന്തായാലും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അനിയനൊരു ബിരിയാണിയും ഞാനിത് അൽഫാമും ആട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ മോന സമയത്ത് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അവനവിടെ സൈഡിൽ കിടത്തിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വേഗം കഴിച്ചിട്ട് ഇനി വീട്ടിലേക്ക് പോവാം. മോള് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിട്ടോ. ഷോപ്പിംഗ് കുറേ ടൈം ആയത്. ഇപ്പോൾ സന്ധ്യ തുടങ്ങിയിട്ടുണ്ട്. അതിലും ആകെ ക്ഷീണിച്ചു. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വീട്ടിലാണ്. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, സീ യു.